നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ തുടങ്ങാനിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കുറി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഒഴിവാക്കി സ്വന്തം മരുമകൻ ഉൾപ്പെടെയുള്ള ഒരു ഉന്നത സംഘത്തെയാണ് ട്രംപ് ചർച്ചയ്ക്കായി അയച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ മരുമകനായ കുഷ്ണറും സംഘവും ഈ ചർച്ചയിൽ ഒത്തുതീർപ്പുണ്ടാക്കി മടങ്ങി വരും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് ഈ ചർച്ചകളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്നതാണ്. ഹോർമസ് കടലിടുക്കിൽ വീണ്ടും ഇറാൻ വലിയ തോതിൽ മൈനുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ സ്ഥാപിച്ചിരുന്ന ഭൂരിഭാഗം മൈനുകളും അമേരിക്ക അവരുടെ കപ്പലുകൾ ഉപയോഗിച്ച് മാറ്റിക്കഴിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വരുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 100-ലധികം മൈനുകൾ വീണ്ടും ഇറാൻ അവിടെ വിന്യസിച്ചിരിക്കുന്നതായി വാർത്ത അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത്. ചെറു ബോട്ടുകളിൽ എത്തിച്ചാണ് ഈ മൈനുകൾ വ്യാപകമായി വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വാർത്ത സത്യമാണ് എങ്കിൽ അത് ചർച്ചകളെ വലിയ തോതിൽ ദോഷകരമായി തന്നെ ബാധിക്കാനാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ ഇറാൻ ഏതാണ്ട് 6000-ഓളം മൈനുകളാണ് ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും വിന്യസിച്ചിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഈ മൈനുകൾ എവിടേക്കാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇറാന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. ഇത് അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും വലിയ തോതിലുള്ള ഭീഷണിയാണ് ഉയർത്തിയിരുന്നത്. അങ്ങനെയാണ് അമേരിക്ക അവരുടെ വലിയ കപ്പലുകൾ അയച്ച് ഈ മൈനുകൾ മാറ്റാനുള്ള ശ്രമം തുടങ്ങിയത്. ഇതിനായി അവർ അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഉപയോഗിച്ചു എന്നാണ് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ പൂർണ്ണമായും അവർക്ക് എല്ലാ മൈനുകളും നീക്കം ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഈ സന്ദർഭത്തിലാണ് ഇറാൻ വീണ്ടും 100-ലധികം മൈനുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വിന്യസിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ മൈനുകൾ വിന്യസിക്കുന്ന ചെറു ബോട്ടുകളെ എവിടെ കണ്ടാലും അതിനെ വെടിവെച്ചിടാനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പടക്കപ്പലുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. USS ചീഫ്, USS പയനിയർ എന്നീ 2 പടക്കപ്പലുകളാണ് ഈ മൈനുകൾ കണ്ടെത്തുന്നതിനായി അമേരിക്ക നിയോഗിച്ചിട്ടുള്ളത്. ഈ മൈനുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കപ്പലുകൾ കടന്നു ചെന്നാൽ അല്ലെങ്കിൽ ബോട്ടുകൾ കടന്നു ചെന്നാൽ തന്നെ വലിയ സ്ഫോടനമുണ്ടായി വലിയ തോതിലുള്ള ആൾനാശവും മറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധക്കപ്പലുകളെ തന്നെ ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഒരുപക്ഷെ അവസാന വട്ടം ഒരു യുദ്ധം കൂടി നടത്താനായിരിക്കാം അവർ ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് പോലും ഇറാൻ വളരെ കൃത്യമായി ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഇറാനിലെ വിദേശകാര്യമന്ത്രി അഗരാച്ചി ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അമേരിക്കയുമായി നടത്തുന്ന ചർച്ചകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. ശരിക്കും ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും ഇപ്പോഴും അത്ര വ്യക്തമല്ല. പക്ഷേ പാകിസ്ഥാൻ്റെ മുൻകൈയിൽ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അതിയായ താല്പര്യമെടുക്കുന്നത് മുൻനിർത്തി മിക്കവാറും ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുകയും അങ്ങനെ ഈ യുദ്ധത്തിന് ഒരു തീരുമാനമാവുകയും ചെയ്യും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എങ്കിലും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു പ്രകോപനം ഡൊണാൾഡ് ട്രംപിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ആഗോള പ്രതിസന്ധി, ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കുമോ എന്നാണ് വിദഗ്ധർ ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം ലോകത്തെ ഏതാണ്ട് 20% വരുന്ന ഇന്ധനം കൊണ്ടുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇതിലൂടെ ഇന്ധനം കൊണ്ടുപോകുന്നത് തടസ്സപ്പെട്ടാൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ലോകമെമ്പാടും സൃഷ്ടിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിച്ചാലല്ലാതെ അതല്ലെങ്കിൽ ഇരു കൂട്ടരും അതായത് ഇറാനും അമേരിക്കയും പിന്മാറിയാലല്ലാതെ ഇതിലൂടെയുള്ള ഈ മാർഗത്തിലൂടെയുള്ള കപ്പൽ യാത്ര ഒരിക്കലും സുഗമമാകുകയില്ല. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം നടക്കാം. എന്തിനേറെ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ പോലും ഇറാൻ സൈന്യം വെടിവെച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗതം സുഗമമാക്കുക എന്നും ആർക്കും ഉറപ്പില്ല. ഏതായാലും ഇസ്ലാമാബാദിൽ ഇത്രയും പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് പോലും ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും മൈനുകൾ വിന്യസിക്കുന്നത് അവർക്ക് ഈ ചർച്ചകളിൽ വലിയ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ സൂചനയാണോ എന്ന് സ്വാഭാവികം സംശയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ചർച്ച എങ്ങാനും പരാജയപ്പെട്ടാൽ പൂർവാധികം ശക്തിയായി യുദ്ധം നടത്താൻ ഒരുപക്ഷെ ഇറാൻ പദ്ധതിയിടുന്നതാണോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന വലിയൊരു ശതമാനം മിസൈലുകളും ഈ ഇറാനിലെ ആക്രമണത്തിനായി ഉപയോഗിച്ച് അതെല്ലാം കത്തി തീർന്നു, അത് ഇല്ലാതായിരിക്കുന്നുവെന്നാണ്. പെട്ടെന്ന് റഷ്യയോ ചൈനയോ അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന വലിയ ആയുധ ശേഖരമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ടോമഹോക്ക് മിസൈലുകൾ, അതുപോലെ പാട്രിയറ്റ് മിസൈലുകൾ തുടങ്ങിയ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തി കൂടിയ മിസൈലുകളൊക്കെ തന്നെ അതിൻ്റെ വലിയൊരു ശേഖരം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ.
ഒരു പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇറാൻ ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് എന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും. അമേരിക്കയുടെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് അവരുടെ ദീർഘദൂര മിസൈലുകളാണ്. ഈ ദീർഘദൂര മിസൈലുകളിൽ ഇനി വളരെ കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ഇറാൻ ചൈനയുടെയും റഷ്യയുടെയും എല്ലാം സഹായത്തോടു കൂടി അമേരിക്കയെ നേരിടാൻ ഇറങ്ങുമോ എന്നാണ് ഇപ്പോഴും പലരും സംശയിക്കുന്നത്. ഏതായാലും സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കുമ്പോൾ ഈ വിഷയവും അമേരിക്ക അവിടെ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാൻ കാര്യം ഇനി നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടുമില്ല.